ഹാപ്പി ബർത്ത്ഡേ ദിയാമ്മ. ഹലോ, അപ്പോൾ എൻ്റെ മോളുടെ 4ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അവൾ എണീറ്റ് ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാത്തു 2 ദിവസം മുന്നേ അവൾക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് തന്നെയാണ് രാവിലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ചീവി നന്നായിട്ട് ഒരുക്കി കേട്ടോ കുഞ്ഞിനെ. അപ്പോൾ കുഞ്ഞിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല, ബോഡി ആയിട്ട് കൂടി കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതിനിപ്പോൾ വയ്യാണ്ടായി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് സുന്ദരിയാക്കി റെഡിയാക്കി. അപ്പോൾ വാപ്പായും ഞാനും കൂടിയിട്ട് രാവിലെ തന്നെ തയ്ക്കാവിലെ പള്ളിയിലൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ നല്ലൊരു തുടക്കം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അങ്ങനെ മോളെയും കൊണ്ട് ഞാനും വാപ്പായും കൂടിയിട്ട് നേരെ, അപ്പോൾ നമ്മുടെ അവിടെ 2-3 കുളമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ കയറി യാസേനൊക്കെ ഓതി തൂവൊക്കെ ചെയ്ത് കാണിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ പാത്തുവിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അവൾക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവളും അവളുടെ മൂത്ത കുട്ടിയും കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോവും. അപ്പോൾ ഇളയ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് അവളെയും കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം അവർ രണ്ടുപേരും ബർത്ത്ഡേ വിഷസൊക്കെ മോൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടാറ്റ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ മോളെയും കൊണ്ട് നേരെ വീട്ടിലോട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് പോയത്. അപ്പോൾ ദോശയും ചമ്മന്തിക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവളുടെ മാമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സഹോദരനാണ്, ചേട്ടനാണ്. അപ്പോൾ അവൻ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവനും വിഷസൊക്കെ പറഞ്ഞിട്ട് അവനും പോയി, കുറച്ച് തിരക്കുണ്ടായിരുന്നു അവന്. പിന്നെ അവൾക്കും എനിക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഒരുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ എടുത്തു. അത് മീൻസ് സ്റ്റിച്ച് ചെയ്തു. ഇതെൻ്റെ ഫ്രണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ അവളുടെ ഒരു ഗിഫ്റ്റായിട്ട് അവൾ ഫ്രീ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. ഹോം മെയ്ഡ് കേക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ ഗിഫ്റ്റ് കൊടുത്തത് ചെറിയൊരു കിച്ചൺ സെറ്റായിരുന്നേ. അവൾ ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ ലാസ്റ്റായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അടപ്പായസം. അപ്പോൾ അതും കൂടി മോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.